ഗൈസ്, അപ്പൊ സർവമായ മൂവി കണ്ടിരിക്കുകയാണ് നമ്മുടെ നിവിൻ പോളിയുടെ പടത്തിനെ കുറിച്ച്. ആദ്യം തന്നെ ഒരു കാര്യം പറയാൻ, നല്ലൊരു കിഡിലൻ ഫീൽ ഗുഡ് പടമാണ്. ഇതിൽ വലിയ കാര്യമായിട്ടുള്ള ബഹളങ്ങളോ അതുപോലെ കോമഡിക്ക് വേണ്ടി കുറെ കോമാളിത്തരോ ഇതൊന്നും ഇതിലില്ല. ഇതൊക്കെ ഇതിലെ കോമഡി എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു ടൈമിങ് കോമഡിയാണ്. നല്ല രസമാണ്. തിയേറ്ററിൽ കിടന്ന് മറിഞ്ഞ് ചിരിക്കാനുള്ള ഒരുപാട് കോമഡി ഇതിലുണ്ട്. ആൻഡ് നിവിൻ പോളി എടുത്തു പറയേണ്ട ഇദ്ദേഹത്തിന്റെ പേരാണ്. ഇത്രയും കാലം പുള്ളിക്കൊരു ഒരു ഡൗൺഫോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പുള്ളിയുടെ പടങ്ങളാണെങ്കിലും അങ്ങനത്തെ ഒരു വൈബായിരുന്നു. ഒരു ആൾക്കാര് കയറുന്നില്ലായിരുന്നു പുള്ളിയുടെ പടങ്ങൾക്ക് ഈ ഒരു കുറച്ച് കാലമായിട്ട്. പക്ഷെ എനിക്ക് തോന്നുന്നത് നിവിൻ പോളിയുടെ ഒരു വലിയ കംബാക്ക് ആയിരിക്കും ഇതെന്നാണ്. കാരണം പുള്ളി സിനിമയിൽ ഒരു രക്ഷയില്ല. എത്ര നാച്ചുറൽ ആയിട്ടാണെന്നറിയാമോ പുള്ളി ഇതിൽ ആക്ട് ചെയ്യണം. നമുക്കത് കാണുമ്പം ഫീൽ ചെയ്യും. കാരണം പുള്ളിയുടെ കുറേ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ പുള്ളിയുടെ നേരത്തെ സിനിമയിൽ കണ്ട പോലെ ആ എക്സ്പ്രഷനും കാര്യങ്ങളും ആ ഒരു കോമഡിയൊക്കെ പുള്ളിക്ക് തന്നെ വരും. ആ മുഖത്ത് വരും പുള്ളിയുടെ ഓരോ എക്സ്പ്രഷനിലും കാര്യങ്ങളിലും. ഗൈസ്, നിവിൻ പോളി വാസ് സോ ഗുഡ്, സോ ഡാം ഗുഡ്. നല്ല രസമായിരുന്നു നിവിൻ പോളിയിൽ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം. ബാക്ക് ടു ബാക്ക് നിവിൻ പോളി ഒരു വൈബായിരുന്നു ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് കിട്ടിയത്. പിന്നെ അഫ്കോഴ്സ് അജു വർഗീസ് നിവിൻ പോളി കോംബോ വരുമ്പം എത്രത്തോളം നല്ല കോമഡി ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതും ഈ സിനിമയിൽ നല്ലപോലെ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതിലൊരു പെൺകൊച്ചു തന്നെയുണ്ട്. ഒരു ചെറിയ പെൺകൊച്ചല്ല, ഒരു 10-20 വയസ്സുള്ള ഒരു പെൺകൊച്ചുണ്ട്. പുള്ളിക്കാരത്തിയുടെ പേരൊന്നും എനിക്കറിയില്ല. പുള്ളിക്കാരത്തി ഭയങ്കര രസമായിട്ട് ഇതിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് കണ്ടു കഴിഞ്ഞപ്പം ഇതിൽ ഒരു ഭാഗത്ത് വെള്ളമടിയില്ല, ഒരു സിഗരറ്റ് വലിയുടെ സംഭവമില്ല, അങ്ങനെ ലഹരി പദാർത്ഥങ്ങളുടെ ഒരു കാര്യങ്ങളും ഇതിലില്ല. ഒരു കംപ്ലീറ്റ് ക്ലീൻ നമ്മുടെ ഫാമിലി എന്റർടൈൻമെന്റ് എന്നൊക്കെ പറയില്ലേ, അമ്മാതിരി ഒരു പടമാണ്. തിയേറ്ററിൽ ഇരുന്ന് ഈ പടം കാണുമ്പം ഈ സിനിമയുടെ ഫീലിൽ നമ്മളിങ്ങനെ അങ്ങോട്ട് ഒഴുകി അവസാനം വരെയും പോകും. അങ്ങനെയാണ് ഈ പടം എടുത്തു വെച്ചേക്കുന്നത്. നല്ല രസമാണ് തിയേറ്ററിൽ ഇരുന്ന് കാണാൻ. എന്താണെങ്കിലും എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഇത് കണ്ടിറങ്ങുമ്പോൾ ഒരു മനസ്സിനൊരു കുളിർമ കിട്ടും. നമുക്ക് ചില ഫീൽ ഗുഡ് പടങ്ങളൊക്കെ കണ്ടു കഴിയുമ്പോൾ ഒരു കുളിർമ കിട്ടൂലേ മനസ്സിന്, എന്തെന്നില്ലാത്ത കുളിർമ കിട്ടില്ലേ, ആ ഒരു കുളിർമ ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നമുക്ക് കിട്ടും. എനിക്ക് പേഴ്സണലി കിട്ടി എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് ഈ ക്രിസ്മസ് അവധിക്ക് ഫാമിലി ആയിട്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുത്ത് കാണാൻ പറ്റിയ ഒരു പടമായിട്ടാണ് എനിക്ക് പേഴ്സണലി സർവമായ ഫീൽ ചെയ്തത്. അപ്പം നിങ്ങൾ സിനിമ കണ്ടവരാണല്ലോ, അഭിപ്രായം ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ.